മുതിർന്ന ആൺകുട്ടികളുമായിട്ട് ആണ് ബന്ധം വരുന്നതെങ്കിൽ ഈ പുകവലിക്കുന്ന ആൺകുട്ടികൾ ആ ബന്ധത്തിന്റെ പേരിൽ അതേപോലെ അവർക്ക് എങ്ങനെയാണോ കിട്ടിയത് അതുപോലെ ഈ പെൺകുട്ടികൾക്കും സിഗരറ്റ് കൊടുക്കുകയും ഈ കഞ്ചാവ് കൊടുക്കുകയും ലഹരി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ ഏതെങ്കിലും ചടങ്ങുകളിൽ മറ്റുള്ള കൂട്ടുകാർക്കൊപ്പം പങ്കെടുക്കുമ്പോൾ ആ ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് ഈ കഴുകൻ കണ്ണുകളുമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ലഹരി വിൽക്കുന്ന മാഫിയകൾ ഉണ്ടാവും. അവർ പെൺകുട്ടികളുടെ സൗന്ദര്യവും വസ്ത്രധാരണവും സംസാര രീതിയും കണ്ട് അവരെ വശീകരിക്കുന്നതിന് വേണ്ടി ആ വീട്ടിലെ ആളാണ് എന്നുള്ള ധാരണയിൽ അവിടെ നിന്ന് ജ്യൂസോ മറ്റുള്ള കാര്യങ്ങളോ ലഹരി ചേർത്ത് ഈ പെൺകുട്ടികൾക്ക് കൊണ്ടുകൊടുക്കും. പെൺകുട്ടികൾക്കുള്ള പ്രശ്നം വെച്ചാൽ ലഹരി ഉപയോഗിച്ച ഒരു സാധനം എപ്പോഴാണോ അവർ ഉപയോഗിക്കുന്നത് അന്ന് തന്നെ അവർക്ക് ബോധം നഷ്ടപ്പെടുകയും അന്ന് തന്നെ അവർ ശാരീരികമായിട്ട് പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇത് അവർ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് നിരന്തരമായിട്ട് പെൺകുട്ടികൾക്ക് ഈ ലഹരി കൊടുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. ഒരിക്കലും അവർക്ക് ഇത് കാരണം പിന്നീട് ഒരിക്കലും ആ ലഹരി മാഫിയയുടെ കയ്യിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ലഹരി ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ ആ ലഹരിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. അത്ര പിടിയാണ് ആ ലഹരി മാഫിയ അവരോട് ചെയ്യുന്നത്. ഈ ലഹരിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 1.5 വർഷം ആകുമ്പോഴത്തേക്ക് പിന്നീട് നമുക്ക് പല്ല് തേക്കാൻ പറ്റില്ല. പല്ല് പൊടിഞ്ഞു തുടങ്ങും. പല്ല് പൊടിഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമുക്ക് പല്ല് തേക്കുമ്പോൾ പേസ്റ്റും ബ്രഷ് ഉപയോഗിച്ച് വായിലോട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. പല്ലിന് പുളിപ്പുണ്ടാവും. മധുരമുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പറ്റാതെ വരും. ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പറ്റാതെ വരും. കഴിച്ചുകൊണ്ടിരുന്ന ആഹാരത്തിന് ഒരു ടേസ്റ്റ് ഇല്ലാതാവും. പിന്നീട് ലഹരി എന്നുള്ള സാധനം മാത്രം മതിയാവും. ഇങ്ങനെ വരുമ്പോൾ മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടായി മാനസിക രോഗികളെ പോലെ പെരുമാറി സ്വന്തം അച്ഛനെയും അമ്മയെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്കായി മാറും. ഒരു 1.5 വർഷവും 2 വർഷമൊക്കെ ആവുമ്പോഴത്തേക്കും. അപ്പൊ നമ്മളെ കൂട്ടുകാരെ നമുക്ക് കൊല്ലണമെന്ന് തോന്നും. അച്ഛനെയും അമ്മയും കൊല്ലണമെന്ന് തോന്നും. സ്വന്തം അനുജനെ കൊല്ലണമെന്ന് തോന്നും. അപ്പൊ നമുക്ക് സ്വന്തം അനുജനെയും അച്ഛനെയും അമ്മയും ഒന്നും കൊല്ലണം എന്ന് തോന്നുന്ന ഈ രാസ ലഹരി വേണോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അതും കഴിഞ്ഞ് അടുത്തൊരു ഘട്ടമുണ്ട്. ഈ ലഹരി എന്ന് പറഞ്ഞാൽ 15ാമത്തെ വയസ്സിൽ ഒരാൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ 25 വയസ്സാകുമ്പോഴത്തേക്ക് മരണപ്പെട്ടു പോകും. അപ്പൊ 10 വർഷം മാത്രമാണ് ഇതിനുള്ള ആയുസുള്ളത്. അവർക്ക് ജീവിതം തന്നെ നശിച്ചു പോകണം. സ്വയം മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നത്. അവർ ആത്മഹത്യാ സ്കൂള് പോലെ അവർ മരിക്കുവാണെങ്കിൽ എന്നാൽ കൂടെ കുറെ ആൾക്കാരെ അവിടെ കൊണ്ടുപോകാമെന്ന ഒരു വ്യക്തിയാണ് അവർ വീണ്ടും വീണ്ടും മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്. നമ്മുടെ ഒരു തലമുറയെ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഈ ലഹരി നമ്മുടെ അമ്മയും അച്ഛനും ഇപ്പൊ അറിയാം. ഒരു 20 വയസ്സൊക്കെ ഉള്ള മകനുള്ള വീടുകളിൽ അച്ഛനും അമ്മയും ഒക്കെ പേടിച്ചാണ് കഴിയുന്നത്. കാരണം ഈ മകൻ എപ്പോഴാണോ എന്റെ തലയടിച്ച് പൊട്ടിക്കുന്നതെന്നുള്ള പേടിയാണ് ഈ അച്ഛനും അമ്മയ്ക്കും. കാരണം ഏതെങ്കിലും ലഹരി മാഫിയയുടെ പിടിയിൽ ചെന്നിട്ടോ ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. വെഞ്ഞാറമ്മൂടെ ഒരാളുണ്ടെങ്കിൽ ഒരു 5 പേരെ ഓരോ ദിവസം കൊന്നത്. അപ്പൊ ലഹരി വന്നു കഴിഞ്ഞാൽ ആരെയും നമ്മൾ നോക്കില്ല. സ്വന്തം അച്ഛനെ നോക്കില്ല, കൂട്ടുകാരെ നോക്കില്ല. ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാം ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ശത്രുക്കളായിട്ട് മാറും. സ്നേഹിക്കുന്ന ആൾക്കാർ മൊത്തവും ശത്രുക്കളായിട്ട് മാറും. അപ്പം നമ്മുടെ അച്ഛനെയും അമ്മയും പേടിപ്പിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു കാര്യം. നമ്മൾ മൊബൈൽ ഫോണിനൊക്കെ വേണ്ടി പിടിവാശി കൊടുക്കും. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് മൊബൈൽ ഫോണിനകത്ത് 10% പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, ബാക്കി 90% നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് അവസാനം പല പല ബന്ധങ്ങളിലേക്ക് പോകുന്നതും അവസാനം ലഹരി മാഫിയയുടെ കൈകളിലേക്ക് പോകുന്നതും. അപ്പൊ ഇത് അപകടം പിടിച്ച കാര്യമാണെന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങൾ നിർബന്ധമായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് തരുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, നിങ്ങളെ പേടിച്ചിട്ടാണ്. അപ്പം മാതാപിതാക്കളെ പേടിപ്പിച്ചിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും സാധിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ വേണം? നമ്മൾ മാതാപിതാക്കളെ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് 1-2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ സ്കൂളുകളിൽ നിന്ന് വരുന്ന സമയത്ത് മാതാപിതാക്കളോട് പറയാറുണ്ട് നിങ്ങൾ അവരുടെ ബാഗുകളൊക്കെ പരിശോധിക്കണമെന്ന്. കാരണം അവർക്ക് പേടിയുള്ളതുകൊണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ സ്കൂളിൽ നിന്ന് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ മാതാപിതാക്കളെ കണ്ടിട്ട് നേരെ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറയണം, അമ്മയെ ഞങ്ങളെ യാതൊരു കാരണവശാലും ഞങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും വഴിതെറ്റി പോകുന്ന ആൾക്കാരല്ല, ഞങ്ങളുടെ ബാഗുകൾ അമ്മ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. സ്നേഹത്തോടെ പെരുമാറണം. നിങ്ങൾ ഒരിക്കലും ഒരു ദേഷ്യം നിങ്ങളുടെ മാതാപിതാക്കളോട് കാണിക്കരുത്. നിങ്ങൾ ദേഷ്യം മാതാപിതാക്കളോട് കാണിക്കുമ്പോൾ അമ്മക്ക് പേടിയാണ്. കാരണം ഇവൻ കുഴപ്പക്കാരനായോ എന്നുള്ള പേടി, ആ പേടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവരോട് ദേഷ്യപ്പെടാതെ പെരുമാറുക. എന്നിട്ട് അവരുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് അത്യാവശ്യം ആരെങ്കിലും ഫോൺ ചെയ്യാൻ വേണ്ടി പേടിക്കുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് ഫോൺ ചെയ്യുക. അവരെ പേടിപ്പിക്കാതിരിക്കുക. നിങ്ങൾ ഏതോ മുറിക്കകത്തിരുന്ന് പഠിക്കുകയാണെങ്കിൽ മുറി പൂട്ടിയിട്ട് പഠിക്കാതിരിക്കുക. നിങ്ങൾ പഠിക്കുന്നത് അവർ കാണണം. അപ്പൊ അവർക്ക് സന്തോഷം ഉണ്ടാവാം. അങ്ങനെ ചെയ്യണം. അതേപോലെ പെൺകുട്ടികൾ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ആരെങ്കിലും കൂടെ കൂട്ടുകാരുടെ കൂടെ പോവുകയാണെങ്കിൽ അപരിചിതരായ ആൾക്കാർ തരുന്ന ജ്യൂസ് മറ്റു പലഹാരങ്ങൾ വാങ്ങി കഴിക്കാതിരിക്കുക. മറ്റുള്ള ആൾക്കാരെ എല്ലാം ഒരു സംശയത്തിന്റെ ദൃഷ്ടിയിൽ കാണുക. ഇതിനകത്ത് ഈ 100 പേരെടുത്താൽ അതിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്ന ആളായിരിക്കും എന്നുള്ള ചിന്ത നിങ്ങൾ ഓരോ മനസ്സിലും വെച്ചിട്ട് ഓരോ ആൾക്കാരെയും
സംശയത്തിന്റെ നിലയിൽ കാണുക. ഈ ലഹരി വിൽക്കാൻ വരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നെങ്കിൽ, സ്ഥിരമായിട്ട് അങ്ങനെ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കാൻ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കേരള പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി യോദ്ധാവ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അത് ടീച്ചർമാരെ അഭിമുഖങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് എന്റെ സൈക്കിളിന്റെ ഫ്രണ്ടിൽ യോദ്ധാവ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. 9915966666 നമ്പറാണ്. അതിവിടെ ടീച്ചർമാർ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് ഇത് അവരെ വീട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കുക, അല്ലെങ്കിൽ ടീച്ചർമാരെ കൊണ്ട് പോലീസിനെ വിളിച്ചറിയിപ്പിക്കുക. ഈ വിളിക്കുന്ന ആള് ആരാണെന്നും മറ്റുള്ള ആൾക്കാരെ ആരെയും